സൂര്യ കൃഷ്ണമൂർത്തി കേരളത്തിൽ മികച്ചൊരു ചലച്ചിത്ര സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച വ്യക്തിയാണ്. ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടോ സംവിധാനം ചെയ്തുകൊണ്ടോ ആയിരുന്നില്ല അത്. മറിച്ച് ലോകമെമ്പാടുമുള്ള നല്ല സിനിമകൾ കേരളത്തിലെത്തിച്ച് അവ പ്രദർശിപ്പിച്ച് അവ പ്രചരിപ്പിച്ച് മലയാള സിനിമ ആസ്വാദന ബോധത്തെ നവീകരിക്കുകയാണ് സൂര്യ കൃഷ്ണമൂർത്തി ചെയ്തത്. സിനിമയെ മാത്രമല്ല, പാരമ്പര്യ കലാരൂപങ്ങൾ മുതൽ നാടൻ കലാരൂപങ്ങൾക്കു വരെ പ്രചാരം നൽകുന്നതിന് അരങ്ങും അണിയറയും സൃഷ്ടിക്കാനും കൃഷ്ണമൂർത്തിക്ക് കഴിഞ്ഞു. തമിഴ് കുടുംബത്തിൽ നിന്നും വന്ന് ഹൃദയകുമാരിയുമായും സുഗതകുമാരിയുമായൊക്കെ ഒന്നിച്ചു വളർന്ന് കൃഷ്ണമൂർത്തി അങ്ങനെ മലയാളിയായി. എൻ്റെ അച്ഛൻ കേരള ഗവൺമെൻറ്റിൻ്റെ ചീഫ് എഞ്ചിനീയറായിരുന്നു. അന്ന് കേരള സ്റ്റേറ്റിൽ ഒരു ചീഫ് എഞ്ചിനീയറേ ഉള്ളൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട പല ഡാമുകളും കെട്ടിയത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ പലപ്പോഴും അച്ഛന് യാത്രയാണ്. അപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ഒരു സ്ഥലത്ത് താമസിക്കും, പിന്നെ ട്രാൻസ്ഫർ ആവും. അങ്ങനെ ഡൽഹി, കോട്ടയം, ചങ്ങനാശ്ശേരി അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കോട്ടയത്ത് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. അന്നത്തെ വളരെ പ്രശസ്തനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബോധേശ്വരൻ, സുഗതകുമാരിയുടെയും സുജാതയുടെയും ഹൃദയകുമാരി ടീച്ചറിൻ്റെയൊക്കെ അച്ഛൻ കാർത്തിയാനിയമ്മ, അവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് ഈ വീടാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് മോഡൽ സ്കൂൾ. ഞാനിവിടെയാണ് പഠിച്ചത്. ആദ്യത്തെ 5 വർഷം 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഇപ്പോൾ പെണ്ണുങ്ങൾ മാത്രം പഠിക്കുന്ന കോട്ടൺ ഹിൽ സ്കൂളിലാണ്. പലർക്കും അത് അറിയില്ല. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. ഇപ്പോഴും ഞാൻ അവിടെ അതുവഴി പോകുമ്പോൾ എൻ്റെ അഴിയടിച്ച ആ 5-ാം ക്ലാസ് ബി ഡിവിഷൻ പോകും. എന്നോടൊപ്പം പഠിച്ച 3 പെൺകുട്ടികൾ ഇപ്പോഴും ഇപ്പോഴും ഞാൻ അവരുമായിട്ട് അടുത്ത ബന്ധം തന്നെ ഉണ്ട്. 5-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡൽ സ്കൂളിലോട്ട് വന്നത്. മോഡൽ സ്കൂള് സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളാണ്. പക്ഷേ സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അസാധാരണമായ ഒരുപാട് അറിവ് നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടനാശാരി സാറ്, ഗോപിനാഥൻ സാറ്, പീർ മുഹമ്മദ് സാറ്, ഹരീരയ്യർ സാറ്, അങ്ങനെ ദാമോദരൻ നായർ സാറ്, അങ്ങനെ നിരവധി അങ്ങനെയുള്ള ആൾക്കാരുടെ പാണ്ഡിത്യം അവർ മറ്റുള്ളവർക്ക് വേണ്ടി വിളമ്പുമ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണം കിട്ടിയിട്ടുള്ള ഒരാളാണ്. വളരെ പോലെ എനിക്കും കിട്ടിയിട്ടുള്ള ഒരാളാണ്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ കൂടി എനിക്ക് ISROയിലോട്ട് സെലക്ഷൻ കിട്ടിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു എൻ്റെ ബോസ്. അന്ന് അദ്ദേഹമായിരുന്നു റിക്രൂട്ട് ചെയ്ത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. DPS-4 എന്നായിരുന്നു പ്രോജക്റ്റിന് പേര്, ഡിസൈൻ പ്രോജക്റ്റ് സ്റ്റേജ് 4, റോക്കറ്റിൻ്റെ 4ാമത്തെ സ്റ്റേജ്. പിന്നെ ഉള്ളത് CR സത്യ, PN സുബ്രഹ്മണ്യം, ഡോക്ടർ APJ അബ്ദുൽ കലാം തുടങ്ങിയ അങ്ങനത്തെ മഹാരഥന്മാരുടെ കൂടെ ആയിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഇവരെല്ലാം ശാസ്ത്രജ്ഞരാണ്. പക്ഷേ ഇവരെല്ലാം തികഞ്ഞ കലാകാരന്മാരും കൂടിയാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ 20 വർഷം ജോലി ചെയ്തെങ്കിലും സിനിമയോടും മറ്റ് കലാരൂപങ്ങളോടുമുള്ള ഇഷ്ടവും ആവേശവും 40-ാം വയസ്സിൽ ജോലി രാജിവെക്കാൻ കൃഷ്ണമൂർത്തിയെ പ്രേരിപ്പിച്ചു. ശാസ്ത്രജ്ഞന്മാരായിരിക്കുമ്പോഴും കലാകാരന്മാരായിരിക്കുന്ന സഹപ്രവർത്തകരുടെ പിന്തുണ മുഴുവൻ സമയ കലാപ്രവർത്തനത്തിലേക്ക് കൃഷ്ണമൂർത്തിയെ നയിച്ചു. ഞാൻ 40ാമത്തെ വയസ്സിൽ തന്നെ ജോലിയിൽ നിന്ന് രാജിവെച്ചു. 20 കൊല്ലത്തോളം എനിക്ക് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് എനിക്കിപ്പോൾ 62 വയസ്സായി. 2 കൊല്ലം മുമ്പ് വരെ എനിക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാമായിരുന്നു. പക്ഷേ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി രാജിവെച്ച് ഒരു ശമ്പളവും കിട്ടാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചപ്പോൾ എൻ്റെ ജീവിതം, വീട്ടിലേക്ക് എതിർപ്പുണ്ടായിരുന്നു. 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവരുടെ കാര്യം എങ്ങനെ, ശമ്പളം പെട്ടെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ ചിന്തയായിരുന്നു, എതിർപ്പ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ഉൾവിളി എന്നത്
ദൈവത്തിൻ്റെ വിളിയായിട്ട് കണ്ടുകൊണ്ട് ഞാനത് മാറി കൂടുതൽ പ്രവർത്തനം മറ്റുള്ള പാവപ്പെട്ട കലാകാരന്മാർക്ക് വേണ്ടി, അറിയപ്പെടാത്ത കലാകാരന്മാർക്ക് വേണ്ടി, അറിയപ്പെടാത്ത കലാരൂപങ്ങൾക്ക് വേണ്ടി, ആ നിഷ്കളങ്കരായ കലാകാരന്മാർക്ക് വേണ്ടി, യഥാർത്ഥ കലാകാരന് വേണ്ടി, ജെന്യുവൻ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന യഥാർത്ഥ കലാകാരന് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്, കുറേയെങ്കിലും സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. 1978 സൂര്യ എന്ന സംഘടനയ്ക്ക് കൃഷ്ണമൂർത്തി രൂപം നൽകുന്നത്. ആദ്യം ഫിലിം സൊസൈറ്റിയായി നിലവിൽ വന്നു. പിന്നീട് സ്റ്റേജ് പരിപാടികളിലേക്കും സൂര്യ വികസിച്ചു. കൃഷ്ണമൂർത്തി സൂര്യ കൃഷ്ണമൂർത്തിയായി. ഇന്ന് വർഷത്തിലെല്ലാ ദിവസവും ഇന്ത്യയുടെയോ ലോകത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂര്യയുടെ പരിപാടികൾ അരങ്ങേറുന്നു. സൂര്യയുടെ പ്രവർത്തനം ആരംഭിച്ചത് 70കളിലാണ്. ഇപ്പോൾ ഏകദേശം ഇത് 37ാമത്തെ വർഷമാണ്. അത് ആരംഭിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് ചിത്രലേഖ എന്ന് പറഞ്ഞൊരു സിനിമ സൊസൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു, ഫിലിം സൊസൈറ്റി. അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയതാണ്. ഞങ്ങളെപ്പോലുള്ളവരെല്ലാം നല്ല സിനിമ എന്താണ് എന്ന് പഠിച്ചത് ചിത്രലേഖയിൽ കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ ഈ നല്ല സിനിമ എന്ന് പഠിക്കുകയും ഞങ്ങളുടെ ആസ്വാദന നിലവാരം, സിനിമയിലെ ആസ്വാദന നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു ഈ ചിത്രലേഖ സൊസൈറ്റിയിൽ കൂടി. പക്ഷെ ക്രമേണ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നിർമ്മാണത്തിലോട്ട് തിരികെയും പിന്നെ അദ്ദേഹം ചിത്രലേഖയിൽ നിന്ന് മാറിയതിന് ശേഷം ചിത്രലേഖ ആക്റ്റീവ് അല്ലാതായി. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു പകുതി വഴിയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. അങ്ങ് അറ്റം എത്തിയുമില്ല, കുറേ ഉയർന്നും പോയി, സാധാരണ സിനിമകൾ പോരാ ഞങ്ങൾക്ക് എന്ന ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് വേറൊരെണ്ണം തുടങ്ങിയേ പറ്റൂ എന്ന ഒരു അവസ്ഥയിലോട്ട് വന്നപ്പോഴാണ് ഒരു ചലച്ചിത്രത്തിൻ്റെ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആരംഭിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ ഈ സൂര്യ ഫിലിം സൊസൈറ്റി തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഇത് സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സൊസൈറ്റി ആകരുത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ചലച്ചിത്ര എന്ന് പറയുന്ന സൊസൈറ്റിയിലെ ഞാൻ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പരിചയസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഈ സിനിമയ്ക്കും മറ്റ് കലകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സൊസൈറ്റി. അന്ന് സൂര്യ തുടങ്ങിയ എല്ലാ ആൾക്കാരും, എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇന്നും എന്നോടൊപ്പമുണ്ട്. 3 പേർ മരിച്ചുപോയി. നെടുംതൂണുകളായിരുന്ന 3 പേർ, പ്രകാശം, JK പിള്ള, കേശവ പിള്ള, 3 പേർ മരിച്ചുപോയി. ആ 3 പേർ മരിച്ചുപോയതൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഇന്ന് അതേപോലെ അതേ ഊർജത്തോടെ അതേ താല്പര്യത്തോടെ സൂര്യയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സൂര്യയുടെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഓഫീസില്ല, ഞങ്ങൾക്കൊരു പെയ്ഡ് സ്റ്റാഫില്ല. 36 രാജ്യങ്ങളിൽ സൂര്യ പ്രവർത്തിക്കുന്നു. ഒരിടത്തും ഓഫീസുമില്ല, പെയ്ഡ് സ്റ്റാഫുമില്ല. എല്ലാവരും അവരുടെ വീട്ടിൽ എന്താണ് ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഇന്നും ആ ഒന്നാമത്തെ ഒരു പുതിയ സംഘടനയുടെ ഉദ്ഘാടനത്തിനുണ്ടാകുന്ന അതേ ഊർജവും അതേ താല്പര്യവും അതേ ടെൻഷനും ഇന്നും ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴും ഞങ്ങളുടെ